സിനിമ സംസാരിക്കാം സിനിമനെ സുനിമാനെയാണ് വിളിച്ചത്. നിങ്ങൾ എല്ലാരും പോലെ സിനിമനെ ഞാൻ നിനക്കൊരു ജോലി തരാൻ പോണ്. ഞാൻ സുനിമാൻ പറഞ്ഞതുപോലെ കേട്ടോണം, അല്ലെങ്കിൽ ഞാൻ സുനിമോന്റെ കൊട്ടയെടുത്ത് പിടിപ്പിക്കും. മാറി സംസാരിക്കാം, അല്ലെ അച്ചികളൊക്കെ വരും. സിനിമ സുഖല്ലേ? ജോലിയും കൂലിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോണ്. എന്താ ജോലി ഇപ്പൊ സിറ്റിയില്? സിറ്റിയില് മറ്റേ ഓയിൽ ഇതാക്കണം. എന്താ ഓയില്? ഓയില് മറ്റേ ഗ്രൈൻഡ് നമ്മള് ഗ്യാങ് ഫണ്ട് ഒക്കെ വരുമല്ലേ ഇവിടെ. എണ്ണ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഓ അപ്പൊ അമ്പത്തൂർ അവിടെ തന്നെ. അമ്പത്തൂര് കൊറേ പേരുണ്ട്. മറ്റേ തലയിൽ മറ്റേ ആ സാധനം ഉണ്ടല്ലോ അണ്ണ, ഒരു ഉണ്ടാക്കി വെച്ചിട്ട്. തലയിൽ കൊട്ടന്നല്ല നീ പറയാൻ വന്നത്? അല്ലാണ്ട് കൊന്ത അല്ല, കൊന്ത ഇല്ലല്ലോ എന്ന് പറയുന്നത്. എന്താ ഉണ്ടൊക്കെ എന്തിനു പറയണ? തലയുടെ മുകളിലുള്ള തലയുടെ മുകളിൽ ഉണ്ട്. അമ്പത്തൂര് തലയിൽ ഉണ്ട കണ്ടില്ല അണ്ണൻ? അതിന് അമ്പത്തൂരിന്റെ തലയിൽ ഉണ്ട്. അമ്പത്തൂരിന്റെ തല മുടിയല്ലേ? ആ അണ്ണ മുടിന്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടി വെക്കുമല്ലോ, ഉണ്ടൊക്കെ എന്തിനു പറയണേ? അയ്യോ, അതിന് ഞങ്ങളുടെ നാട്ടിൽ എന്തുവായിരുന്നു പറയുന്നേ? ഞാൻ മറന്നു. കൊന്ത മറ്റേ മാലയാണ്. ചുമട് പണിയല്ലേ ചുമട് പണി? ഞങ്ങളുടെ നാട്ടില് മറ്റേ അത് വെക്കുന്നതിന് ചുമട് കെട്ടാന്നാ പറയണേ. ആ ചുമട് കിട്ടുക. വേറെന്തോന്ന് പറയണ അതിന്? കുടുമിയാ? ഇവിടെ കൊണ്ടെന്ന് പറയണേ. ഓ അതല്ലടാ, സിനിമ കുണ്ടെന്ന് പറഞ്ഞാണ്. അതല്ല കൊടുമ്പ ചന്ദ്ര അമ്പത്തൂര് മറ്റേ മുടിയൊക്കെ കെട്ടി വെക്കൂല, ആ കെട്ടി വെക്കണേന് എന്തോ പറയുമല്ലോ. ചന്ദ്ര ഒന്ന് മാറിക്കോ. എനിക്ക് ഇവന്റെ അടുത്ത് ഒന്ന് പേഴ്സണലി സംസാരിക്കണം. അങ്ങോട്ട് മാറി. എനിക്കറിയായിരുന്നു ആ സമയത്തിനുള്ളിൽ സംസാരിക്കേണ്ടതായിരുന്നു. അവനറിയാം, എനിക്കറിയായിരുന്നു നക്കി വരുമെന്ന് ആരെങ്കിലും ഒരുത്തൻ. സുനിമോനെ, ഞാൻ നിനക്കൊരു ജോലി തരാൻ പോണ്. ഞാൻ കുറച്ച് CCTV ക്യാമറകള് നമ്മുടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയാണെന്ന് ഒരുത്തിനും അറിയത്തില്ല. എല്ലാം ചന്ദ്രന്റെ ഒക്കെ കക്കൂസി വരെ വെച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലായോ? ഇതിന്റെ ആക്സസ് ഞാൻ നിനക്ക് മാത്രമായിട്ട് തരാൻ പോണ്. വേറെ ആർക്കും ഇല്ല. വേറെ ആർക്കും. ഒരു 1.5 ആഴ്ച അല്ലെ, ഒരാഴ്ച ഞാൻ സമയം തരും നിനക്ക്. ഒരാഴ്ച നിനക്ക്. എടാ കണ്ണാപ്പി, ഞാൻ പറഞ്ഞ എനിക്ക് പ്രൈവസി വേണോന്ന് കേട്ടാ. വാ, ഒരാഴ്ച സമയം തരും. ഈ ഒരാഴ്ചക്കകത്ത് ഏതൊക്കെ അവന്മാര് എന്തൊക്കെയാണ് ഞാൻ അറിയാതെ കാട്ടിക്കൂട്ടുന്നത് എന്ന് നീ എനിക്ക് CCTV വിഷ്വല് തരണം. ഞാനും തരക്കും മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വിഷ്വല് കാണുന്നിടത്ത്. നിനക്ക് എല്ലാവരുടെയും വിഷ്വല് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാം. പക്ഷെ അണ്ണ അവർക്ക് എന്നോടൊരു ദേഷ്യം തോന്നൂല. നീയാണ് കാണിച്ചതെന്ന് ഒരാള് പോലും വെളിയിൽ അറിയാൻ പോണില്ല. പക്ഷെ അണ്ണ ഈ വിഷ്വലൊന്നും ഞാനില്ലെങ്കിൽ ഇവർക്ക് സംശയമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും. എടാ, അവർക്ക് അറിയില്ലല്ലോടാ വിഷ്വൽ ആരാണ് കാണിച്ചത്, ഏതൊക്കെ വിഷ്വലാണ്, നീ ഉണ്ടോ ഇല്ലയോന്ന് അവര് കാണുന്നില്ലല്ലോ. ഓ ശരിയാണ്. ഈ ക്യാമറ വെച്ച് മറ്റേ ഇത് അവർക്ക് അറിഞ്ഞൂടാ. ഞാനൊരു കാര്യം കൂടെ നിന്റെ അടുത്ത് പറയാം. ചിലപ്പം ഈ വീഡിയോ കാണിക്കുന്ന ദിവസം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അനുസരിച്ചിട്ട് വേണം നീ ഓരോരുത്തരെ കാണിക്കാൻ. നമ്മുടെ കൂട്ടത്തിൽ അന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരവസാനം വരെയും വിചാരിക്കണം, ഓ ഞാനില്ല, ഞാൻ മാന്യനാണെന്ന്. എല്ലാരെയും കുറ്റം പറയിക്കണം. മനസ്സിലായ? എന്നാലേ എനിക്ക് കൂടെ നിന്ന് ഊമ്പിക്കുന്നവന്മാരെയും കൂടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇനി മുതൽ ഒരു സർവൈലൻസ് ആണ്. അപ്പൊ ഞാൻ സെർവറിന്റെ ID പാസ്വേഡ് ഞാൻ ഫോണിൽ അയച്ചേക്കാം. ഓക്കെ? അത് കുറച്ചധികം ക്യാമറകളുണ്ട്, എല്ലാം നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ? ചന്ദ്രന്റെ കക്കൂസിലൊരു ക്യാമറ എനിക്ക് മസ്റ്റ് ആയിട്ട് വേണോടാ. കാരണം എന്ന് പറഞ്ഞാല് ഞാന് ഈ ഇവിടുത്തെ ഇന്റർനെറ്റിന്റെ ബില്ല് വന്നപ്പോ കുറച്ചധികം കൂടുതൽ മാത്രം ഡൗൺലോഡിങ്. ഞാനപ്പോ അവരെ കൊണ്ട് മറ്റേ ഹിസ്റ്ററി എടുപ്പിച്ചപ്പോഴാണ് 4K വീഡിയോ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. അതിൽ എന്താണ് ഡൗൺലോഡ് ചെയ്യുന്നത് കാണുന്നില്ല. അവൻ എന്താണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം. മനസ്സിലായ? അപ്പൊ എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവന്മാരെയൊക്കെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ? എല്ലാം കൂടി സെറ്റാക്കി എനിക്ക് തരണം. അണ്ണന്റെ റൂമിലുണ്ടാ? എടാ, നമ്മുടെ സരക്കിന്റെ ഒന്നും റൂമിലില്ല, എന്റെ റൂമിലില്ല, സരക്കിന്റെ റൂമിലില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ല.
മനസ്സിലായ? ആ ബാക്കി നമ്മള് മുക്കിലും മൂലയ്ക്കും. ചെലപ്പോ മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറയാം, ചെലപ്പോ നീ ഒരു ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോ ചിലവന്മാരുടെ സിബിനകത്തായിരിക്കും, മനസ്സിലായോ? അതുപോലെ വരെ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഈ ചന്ദ്രന്റെ ഒരു ക്യാമ അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതോടെ അവിടെ പ്ലെയിൻ ആയതുകൊണ്ട് നിനക്ക് വിഷ്വൽ കാണാം, മനസ്സിലായോ? ഗുണാക്കേവ് ചില ക്യാമിൽ ഇടക്കിടക്ക് മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എല്ലാം നീ സെറ്റ് ചെയ്ത് എനിക്ക് കൊണ്ടുതരണം. യെസ്. ബാക്കിയൊക്കെ സുനിമോനെ ഞാൻ ഏറ്റു. വൺസ് അഗൈൻ ഐ എം സേയിങ്, ബാക്കിയൊക്കെ നിന്റെ കഴിവ്. ഇത് ചെയ്താൽ, ഇത് നീ എനിക്ക് നല്ല രീതിയിൽ ചെയ്തു തന്നാൽ ഗ്രൈൻഡിങ് ടാർഗറ്റ് നിനക്ക് മാത്രമായിട്ട് ഞാൻ കുറച്ച് തരും. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നേരെ പകുതിയിലും കുറവായിരിക്കും നിനക്ക് വരുന്നത്. പകുതി അറിയുമ്പോ 25 പകുതി വേണ്ട, വേണ്ട, നീ ഒരു 5 തന്നാ മതി. ഇത് നീ കറക്റ്റ് ആയിട്ട് തന്നാ മതി. വെറും 5 വെറും 5 കോടി. വെറും 5 കോടി. ഓ അത്ര എഗ്രീഡ്? ഓ സെറ്റാണ്. ഇക്കാര്യം ഞാൻ ഏറ്റ്. ആരും തൊട്ടടുത്ത് കുഴപ്പമില്ല. ഞാൻ എന്താ